അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള മറ്റേ ഹൈക്കോടതി കൊളീഗ്സിൻ്റെ അടുത്ത് കുറേ പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരും ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേസും ഇല്ല, ഒന്നും വാദം പറയാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ വളരെ ഏറ്റവും പ്രകടമായ സ്വജനപക്ഷപാതം അതിനകത്ത് കടന്നു എന്ന് മനസ്സിലാക്കി. സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് ഈ സിസ്റ്റം കുഴപ്പമുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ എനിക്കതൊരു ശരിയായ ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് രഹസ്യമായിട്ട് വെക്കുന്നതിൻ്റെ. കാരണം ഒരാളെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് അറിയണ്ടേ, അത് അന്വേഷിക്കണ്ടേ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട കാര്യം അയാൾ ചെയ്തിട്ടുണ്ട്, അയാൾ ജഡ്ജിയായിട്ട് ഇരിക്കാൻ ഫിറ്റായിട്ടുള്ള ഒരാളല്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയുന്നതിന് എന്താ തെറ്റ്? ഇത് ഈ ജഡ്ജസിൻ്റെ നിയമനം എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് വകയല്ല. ഞാനത് ഫാമിലി പ്രോപ്പർട്ടി ഞാനത് അതുപോലെ തന്നെ പറഞ്ഞു. അതിനകത്ത് തറവാട്ട് വകയല്ല, ഇതൊരു കുടുംബസ്വത്തല്ല വീതം വെക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത്, ആ സ്പീച്ചിൻ്റെ സമയത്ത് ഞാൻ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ആ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ ആദ്യം നീതി നടത്തേണ്ട എങ്ങനെയാണ് എന്നുള്ളതും ഞാൻ ഏത് വിധത്തിലാണിത് കൈകാര്യം ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ജഡ്ജസിനെ നിയമിക്കുന്നതാണ്. ജഡ്ജസിനെ നിയമിക്കുന്ന സിസ്റ്റം കൊളീജിയൻ സിസ്റ്റം വഴിയാണ് ജഡ്ജസിനെ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും നിയമിക്കുന്നത്. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം സീനിയർ, അതായത് ചീഫ് ജസ്റ്റിസും ഏറ്റവും സീനിയറായിട്ടുള്ള ആ 2 ജഡ്ജിമാരും, അതായത് സീനിയോറിറ്റിയിൽ 2nd 3rd വരത്തക്കൊണ്ട ആ 2 പേരും കൂടെ ചേർന്നുള്ളതാണ് ഈ കൊളീജിയം. നേരെ മറിച്ച് സുപ്രീം കോടതിയിലെ കൊളീജിയം ആണെന്നുണ്ടെങ്കിൽ 5 പേരാണ്. അതായത് ആ സീനിയർ ചീഫ് ജസ്റ്റിസും ഓഫ് ഇന്ത്യയും അത് കഴിഞ്ഞുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 4 പേരും ജഡ്ജിമാരും. അപ്പോൾ ഹൈക്കോടതി കൊളീജിയം ഞാൻ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഞാൻ പോകാറായപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറേ അധികം ആളുകളെ ജഡ്ജസിനെ നിയമിക്കുന്ന ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്നറിയാം, ഇത് ഒരിക്കലും ഈ കൊളീജിയത്തിൻ്റെ തീരുമാനം ആരും അറിയാറില്ല. വളരെ പരമരഹസ്യമായിട്ട് വെക്കും. എന്തിന് രഹസ്യമായിട്ട് ഇത് വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാണെന്ന്. ഇപ്പോഴാർക്കും അറിഞ്ഞുകൂടാ. ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു ഉത്തരം ആർക്കും പറയാൻ പറ്റില്ല. പണ്ട് ഞാനത് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്, ഇത് അനാവശ്യമായിട്ടുള്ള പരാതികൾ ഇങ്ങനെയുള്ള ആളുകളുടെ പേരിൽ എഴുതി അയക്കും. കാരണം ഇത് തൽപര കക്ഷികൾ ഒരുപാട് പേരുണ്ട്. ജഡ്ജസിനെ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിയമിക്കുമ്പോൾ അത് ഇന്നാർക്ക് ഇന്ന കുഴപ്പമുണ്ട്, മറ്റേത് അങ്ങനെ ഇങ്ങനെ ചെയ്തതാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ്, പലപ്പോഴും കള്ളപ്പരാതികൾ എഴുതി അയക്കാറുണ്ട്. അതിൽ അന്വേഷണമൊക്കെ നടത്തി ഈ നിയമനം താമസിക്കും, ചിലപ്പോൾ തടസ്സപ്പെടും എന്നാ പറഞ്ഞത്. പക്ഷേ എനിക്കതൊരു ശരിയായ ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് രഹസ്യമായിട്ട് വെക്കുന്നതിൻ്റെ. കാരണം ഒരാളെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് അറിയണ്ടേ, അത് അന്വേഷിക്കണ്ടേ. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട കാര്യം അയാൾ ചെയ്തിട്ടുണ്ട്, അയാൾ ജഡ്ജിയായിട്ട് ഇരിക്കാൻ ഫിറ്റായിട്ടുള്ള ഒരാളല്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയുന്നതിന് എന്താ തെറ്റ്? അതറിയണം. പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കണം. അതിനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒളിച്ചു വെക്കുന്നത് പലപ്പോഴും എന്തിനാണെന്നറിയോ? ഇതിനൊന്നും അല്ല. കാരണം ഇതിൽ പല നീക്കുപോക്കുകളാണ്. ഈ 3 പേര് ഈ കൊളീജിയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരാൾ പറയും ഇന്നാരെ വേണം, കൊള്ളാം, നമുക്ക് ബാറിൽ നിന്ന് ഇന്നാരെ അപ്പോയിൻ്റ് ചെയ്യാൻ കൊള്ളാം, അത് അയാളുടെ ആളാണ്. അപ്പോൾ മറ്റേ ആൾ പറയും അയാളുടെ ഇതേപോലെ പറയും ഇന്നാരെ കൊണ്ട് അത് കൊള്ളാം, അപ്പോൾ അയാളുടെയും ഒരാളായി. ഈ നീക്കുപോക്കുകളാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അളിയൻ്റെ പേര് പറയാം, അല്ല ഞാൻ നിൻ്റെ അളിയൻ്റെ പേര് പറയാം, നീ എൻ്റെ അളിയൻ്റെ പേര് പറഞ്ഞു എന്നുള്ള നീക്കുപോക്കുകളാണ് പലപ്പോഴും ഈ അപ്പോയിൻമെൻറ്റ്സിൽ കലാശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ പറയുക, ജുഡീഷ്യറിയിൽ കൊള്ളാവുന്നതും കോമ്പിറ്റൻറ്റുമായിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ ബാറിനെടുക്കുന്ന ആളുകൾ ഇവർ നല്ലതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരെക്കാൾ നല്ല ആൾ ബാറിലുണ്ടെങ്കിൽ അവരെ എടുത്തിരിക്കണം. അതേ ഞാൻ പറയാറുള്ളൂ.
ബാറിൽ നിന്ന് എടുക്കുന്നവരെ ഇവരെ കൊള്ളാം, അവർ കൊള്ളാമെന്നുള്ളതല്ല, അവരെക്കാൾ നല്ല ആൾ വേറെ ഉണ്ടെങ്കിൽ ആ ആളിനെ എടുക്കണം. ഏറ്റവും കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളിനെ എടുക്കണം. കാരണം ഈ ജോലി അത്രത്തോളം കഠിനമായ ജോലിയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നതാണ്. അതിന് അത്രത്തോളം കൊള്ളാവുന്ന ആളുകളെ തന്നെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിങ്ങനെ പറയുന്നത് കേട്ടു, പത്രങ്ങളിൽ വന്നു പേരുകൾ, 8 പേരുടെയോ 9 പേരെയോ കണ്ട് ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കാൻ പരിഗണിച്ചവരെ പേരുകളൊക്കെ പത്രത്തിൽ വിട്ടു അടിച്ചു വന്നു, പത്രങ്ങളിൽ അടിച്ചു വന്നു. ഞങ്ങൾക്ക് ജഡ്ജസിന് ആർക്കും അറിഞ്ഞുകൂടാ. ആദ്യത്തെ ഈ 3 പേർക്ക് മാത്രമേ ഇതറിയാവുള്ളൂ. ഞാനത് നോക്കിയപ്പോൾ അതിനകത്തെ ഒരു 2-3 പേരൊഴികെ ബാക്കി ഓരോറ്റ ആളും എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ഹൈക്കോടതിയിൽ രജിസ്ട്രാറായിട്ട് 1 വർഷമായിരുന്നു. അത് കഴിഞ്ഞ് 5.5-6 വർഷത്തോളം ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരുന്നു. ഞാൻ എറണാകുളം ജില്ലാ ജഡ്ജിയായിട്ട് ഞാൻ വളരെ വർഷങ്ങളിരുന്നു. എന്നിട്ട് പോലും എനിക്കറിയാൻ വയ്യാത്ത ആളുകളാണ് ഇതിനകത്തുള്ള ഭൂരിഭാഗം. 2-3 പേര് ഒഴിച്ച് ബാക്കി ആരെയും എനിക്കറിയില്ല. ഈ 2-3 പേരിൽ 2 പേര് നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. അതിലൊരാൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. അതിൽ ശ്രീ ഗോപകുമാർ, അദ്ദേഹത്തിന് സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള ശ്രീ പരമേശ്വര പണിക്കരുടെ മകനാണ്. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരാളാണ് ഈ ഗോപകുമാർ. വളരെ മിടുക്കനാണ്. പ്രായം കുറവുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ബാക്കി അത് കിട്ടാത്തതിൻ്റെ കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അത് ഞാൻ ഇനി പറയാം എന്താ കിട്ടാതിരുന്നെന്നുള്ളത്. ഈ ബാക്കി അതിനകത്ത് വേറെ 2 പേരും അത് ഞാൻ പറയുന്നില്ല. അതിൽ ഒരാൾ ഗുണമല്ല, ഒരാൾ നല്ല ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണ്. അത് ഞാൻ ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരൊറ്റ കേസിന് പോലും എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള മറ്റേ ഹൈക്കോടതി കൊളീഗ്സിൻ്റെ അടുത്ത് കുറേ പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരും ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേസും ഇല്ല, ഒന്നും വാദം പറയാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഏറ്റവും പ്രകടമായ സ്വജനപക്ഷപാതം അതിനകത്ത് കടന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു വേദി ഇതാണ്. അതിനു മുമ്പ് എനിക്ക് റിയാക്ട് ചെയ്യാൻ മാർഗമില്ല. സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് ഈ സിസ്റ്റം കുഴപ്പമുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് അതിന് നമ്മൾ വിക്കറ്റ് പ്രോബ്ലം എന്ന് നമ്മൾ പറയാറുണ്ട്. വിക്കറ്റ് പ്രോബ്ലം എന്ന് നമുക്ക് പറയാവുന്നത്, ഉദാഹരണമായിട്ട് ഒരു കാർപ്പൻ്റർ, അയാൾ ഒരു ഫർണിച്ചർ പണിയുന്നു. അവൻ നോക്കിയപ്പോൾ ഫർണിച്ചറിൻ്റെ കാല് തിരിഞ്ഞിരിക്കുന്നു. ഉടനെ അയാൾ പറയുന്നത് എന്താണെന്നറിയോ ചോദിച്ചപ്പം, അതെൻ്റെ ഈ പണിഞ്ഞ ട്യൂണുണ്ടല്ലോ ഉളി, അത് ശരിയായില്ല, ഉളിക്കൊരു വളവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കാലിന് വളവുണ്ടായതെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു കാർപ്പൻ്റർ അയാളുടെ ടൂൾസിനെ കുറ്റം പറഞ്ഞിട്ട് അയാളുടെ വീഴ്ച മറയ്ക്കുക എന്നുള്ള രീതി ആയിപ്പോകും. അതാണ് കാര്യം. അതുകൊണ്ട് അവർ വിക്കറ്റ് പ്രോബ്ലമായി മാറരുതെന്നുള്ളതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇത് പറയാൻ ഒക്കത്തില്ല. മാത്രമല്ല അതിനുള്ള വേദിയില്ല. ഒരു ജഡ്ജി ഒരിക്കലും സർവീസിൽ ഇരുന്നുകൊണ്ട് മീഡിയയ്ക്ക് ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. മീഡിയയിൽ സംസാരിക്കാനും പാടില്ല. അത് ഒരു നിയമമാണ്. സുപ്രീം കോടതി ഫോർമുലേറ്റ് ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് എല്ലാ ജഡ്ജസിനും ബാധകമാണ്, സുപ്രീം കോടതി ജഡ്ജസിനും. പക്ഷേ അവർ പിന്നെ അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. 4 ജഡ്ജിമാർ അവിടെ കോട്ടുമൊക്കെ ഇട്ടിരുന്നുകൊണ്ട് വെളിയിൽ കോടതി നടന്ന സമയത്ത് കോടതിയിൽ നടക്കാതെ വെളിയിൽ ഇറങ്ങിയിരുന്ന് ഉള്ള മാധ്യമങ്ങളെ മുഴുവൻ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അത് അവിടെ അവർ ചെയ്തിട്ടുണ്ട്. അവരത് വയലേറ്റ് ചെയ്തു. അവർക്ക് ചെയ്യാൻ പാടുള്ള കാര്യമല്ലത് ചെയ്തത്. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ രീതിയിലല്ല വേണ്ടത്. പക്ഷേ അവർ അത് ചെയ്തു. അവർ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് അവർ വയലേറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാനത് വയലേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഇതുപോലെ എൻ്റെ റിട്ടയർമെൻറ്റ് നോക്കിയിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജഡ്ജിയല്ല. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ മറുപടി പ്രസംഗത്തിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ ജഡ്ജസിൻ്റെ നിയമനം എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് വകയല്ല. ഞാനത് ഫാമിലി പ്രോപ്പർട്ടി അതുപോലെ തന്നെ പറഞ്ഞു. അതിനകത്ത് തറവാട്ട് വകയല്ല. ഇതൊരു കുടുംബസ്വത്തല്ല വീതം വെക്കാൻ. ഇതിങ്ങനെ വീതം വെച്ചെടുക്കാൻ ഒരു കുടുംബസ്വത്തല്ലാത്തതുകൊണ്ട് ബാറിൽ നിയമിക്കുമ്പോൾ ഏറ്റവും നല്ല ആളുകളെ വേണം നോക്കി നിയമിക്കാൻ. ഞാൻ ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ മീഡിയയിൽ വന്നേക്കുന്ന ന്യൂസ് ഞാൻ കണ്ടു. ഈ നിയമിക്കാൻ പോകുന്ന ആളുകളെ ഇതിൽ 2-3 പേരൊഴികെ വേറെ ആരും കൊള്ളാവുന്നവരല്ല. അത് മാത്രമല്ല, അവരൊന്നും ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ആളുകളാണ്.
അങ്ങനെയുള്ള ആളുകളെ നിയമിക്കുക എന്ന് പറയുന്ന ആ നീക്കുപോക്കിന് വേണ്ടി ഇതൊരു കുടുംബ സ്വത്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തുറന്നടിച്ച് പറഞ്ഞു അതിനകത്ത് കേട്ടോ. അത് വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ ലിസ്റ്റൊക്കെ തിരിച്ചയച്ചത് മാത്രമല്ല, എന്നിട്ട് അതിനകത്ത് തിരിച്ചയച്ച മാത്രമല്ല, അതിനു മുമ്പ് അതൊന്നും അത്രത്തോളം നോക്കാറില്ലായിരുന്നു. പിന്നെ നോക്കേണ്ട ഗതികേട് വന്നു അവർക്ക്, അതുകൊണ്ടാണ് തിരിച്ചയക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് ഒരു ജഡ്ജിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവർക്ക് ഒരു 3 പ്രീവിയസ് ഇയേഴ്സിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് അതിൻ്റെ കൂടെ വെക്കാറുണ്ട്, പലപ്പോഴും അയച്ചു കൊടുക്കണം. അവർ ഇൻകം ടാക്സ് പേ ചെയ്യുകയാണെന്നും അവർ മൊത്തം ഇൻകം ടാക്സ് ഇതുപോലെ ഇത്രയും കൊടുത്തിട്ടുണ്ടെന്നും ഒരു 10 ലക്ഷം രൂപ ഇൻകം കാണണം അവർക്ക്, അത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇൻകം ഒന്നും ഉള്ളതായിട്ട് അവർ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇൻകം എന്ന് വെച്ചാൽ കേസുണ്ടെങ്കിലേ ഇൻകം കാണിക്കാൻ പറ്റുള്ളൂ. അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്, അപ്പോൾ ഇത് ക്യൂർ ചെയ്ത് അയക്കാൻ പറഞ്ഞു ഇൻകം കൊടുത്തതിൻ്റെ. അതുണ്ടാക്കാൻ ബദ്ധപ്പാടാണ്. അതിനെന്താ ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, വരുമാനമില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. പക്ഷേ ഇതിൽ പല മാന്യന്മാരും, അതായത് ഞാൻ പറഞ്ഞില്ലേ ഗോപകുമാർ ഒഴികെ, ഗോപകുമാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരമേശ്വര പണിക്കർ സാറിൻ്റെ ഒത്താണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെയാണ് ഗോപു അപ്പിയർ ചെയ്യുന്നത്. ഞങ്ങൾ ഗോപു എന്ന് വിളിക്കാറുണ്ട്, ഗോപകുമാർ. പക്ഷേ ഈ ഗോപകുമാറിന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല. എല്ലാം പരമേശ്വര പണിക്കർ സാറിൻ്റെ പേരിലാണ് ഇൻകം വരുന്നത്. പരമേശ്വര പണിക്കർ അസോസിയേറ്റ്സിൻ്റെ ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോപകുമാറിന് ഇൻഡിപെൻഡൻ്റ്ലി ഇൻകം കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം കള്ളത്തരമായിട്ട് ഉണ്ടാക്കാൻ തയ്യാറായില്ല. അദ്ദേഹം കള്ളം കാണിക്കാൻ തയ്യാറായില്ല. കാരണം ഈ കള്ളത്തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടാക്സ്, പഴയ ടാക്സ് അടച്ച് അത് ക്ലിയർ ചെയ്ത് 3 വർഷത്തെ ടാക്സ് അടച്ച് അത് അയച്ചു കൊടുക്കാമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായില്ല. അത് എനിക്കിപ്പോഴും ഞാനത് വളരെ റെസ്പെക്റ്റാണ് എനിക്ക് ഈ ഗോപുവിൻ്റെ അടുത്തും അതുപോലെ പരമേശ്വര പണിക്കർ സാറിൻ്റെ അടുത്തും ഈ കാര്യത്തിൽ. ബാക്കിയുള്ള മഹാന്മാരുണ്ടല്ലോ, കള്ളത്തരമായിട്ട് ഇതുണ്ടാക്കി എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം പ്രീവിയസ് ഇയേഴ്സിലെ ഈ ടാക്സ് അടച്ച് അഡ്വാൻസ് ആയിട്ട് ഇൻകം ടാക്സ് അടച്ച് കൊടുത്ത് റെഡിയാക്കി കൊടുത്ത് ഇത് ക്ലിയർ ചെയ്തെന്ന് പറയപ്പെടുന്നു. എനിക്ക് നേരിട്ടറിയില്ല. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തോ ഇല്ലെന്ന്, എന്തായാലും ഗോപു ചെയ്തില്ല എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാം. പക്ഷെ മറ്റവരങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കേൾക്കുന്നു, ടാക്സ് അടച്ചതായിട്ട്. എനിക്കറിയില്ല. അപ്പോൾ അത് പോട്ടെ, അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എനിക്കറിയാൻ വയ്യ അത് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചത്, ഈ ജഡ്ജസ് ഈ സർവീസിൽ അങ്ങോട്ടിരുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് തയ്യാറല്ല, ഞാൻ എടുക്കുകയല്ല. ഇപ്പോൾ ഇന്ന് വരെ എനിക്ക് ധാരാളം ഓഫർ വന്നിട്ടുണ്ട്, എനിക്കിങ്ങോട്ട് അയക്കും. എന്തിനെന്നറിയോ, ഞാൻ അനങ്ങാതെ ഏതെങ്കിലും വിധത്തിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നാക്കടയ്ക്കാം, അതിന് വേണ്ടിയാണ്, അല്ല നിന്നെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇത് ഞാനൊന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ നൂലാമാലകളുമായിട്ട് ഞാൻ ഇരുന്നോളും, അതും ഞാൻ കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നോളും കേട്ടോ. ഇല്ല നായ്ക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന മാതിരി തന്നെ. അങ്ങനെ ആ ബിസ്ക്കറ്റ് ഒരുപാട് വന്നിട്ടുള്ള ബിസ്ക്കറ്റുകളെല്ലാം എൻ്റെ ഇവിടുത്തെ ചവറ്റുകുട്ടയിൽ കിടപ്പുണ്ട്, ഞാൻ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, 2 മുൻ സുപ്രീം കോടതി നമ്മുടെ ചീഫ് ജസ്റ്റിസുമാർ, ഇന്ത്യയുടെ 2 ചീഫ് ജസ്റ്റിസുമാർ, ജസ്റ്റിസ് കപാഡിയ, ജസ്റ്റിസ് ഠാക്കൂർ, അവർ പറഞ്ഞ എന്തെന്നറിയോ, ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തേക്ക് ഒരു ജോലിയും ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ജഡ്ജസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം അവർ പറഞ്ഞു, അതായത് ഒരു കൂളിംഗ് പീരീഡാണ്. ഈ കൂളിംഗ് പീരീഡിലേക്ക്, ഈ 3 വർഷത്തെ കൂളിംഗ് പീരീഡിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിന് അക്സെപ്റ്റ് ചെയ്യരുത് എന്നവർ പറഞ്ഞു. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായത്തിൽ 3 വർഷമല്ല, അത് കഴിഞ്ഞാലും വേണ്ടാന്നങ്ങ് വെച്ചേക്കണം. പിന്നെ അത് പോട്ടെ, ചിലത് അനിവാര്യതയാണ്. കാരണം പല ലെജിസ്ലേഷൻസിലും ഇതുപോലെ റിട്ടയർഡ് ജഡ്ജസ്, ഹൈക്കോടതി ജഡ്ജസോ സുപ്രീം കോടതി ജഡ്ജസോ വേണം എന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞുള്ള ആളുകളെ മാത്രമേ എടുക്കാവൂ. 3 വർഷം, അതായത് എന്താ കാര്യം എന്നറിയാം, ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, അതിലവർ പറഞ്ഞതിൽ വളരെ ഒരു അർത്ഥമുണ്ട്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഒരു വേക്കൻസി വരാൻ പോകുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 2018 റിട്ടയർ ചെയ്തതാണ്. ആ 2018 ഇന്ന വേക്കൻസികൾ വരും, ഇന്ന കമ്മീഷനുകളിൽ ഇന്ന വേക്കൻസി വരും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഏതായാലും വാങ്ങിക്കാം.
അപ്ലൈ ചെയ്യാം. അതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാരുണ്യം വേണം ഇത് കിട്ടാൻ. അപ്പോൾ മേജർ ലിറ്റിഗൻ്റ്, ഹൈക്കോടതിയിലെ മേജർ ലിറ്റിഗൻ്റ്, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ മേജർ ലിറ്റിഗൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 80% കൂടുതൽ കേസുകളിലെ ഒരു ഭാഗം ഗവൺമെൻറ്റാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരെ ഉള്ള കേസുകൾ വിധി പറയാൻ, എതിരെയുള്ള കേസുകളല്ല, ഗവൺമെൻറ്റിനെതിരെ വിധി പറയാൻ ഈ ജോലി നോക്കിയിരിക്കുന്ന ജഡ്ജി തയ്യാറാവത്തില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ എന്താണെന്നറിയോ, അയാൾക്ക് ഉദ്യോഗം കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്തു ചെയ്യും? പല നീക്കുപോക്കുകളാണ്. കാര്യം ഇത് അനങ്ങാതിരുന്നുണ്ട് ആ കേസ് വരുമ്പോൾ അതങ്ങോട്ട് മാറ്റിയിടും. ഒന്നുമില്ല, അതിന് സമയമില്ല കേട്ടോ, ഈ സമയമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഏതാണ്ട് 1 വർഷം മുമ്പ് മുതൽ ഇതിന് ഒരുക്കങ്ങളാണ്. ചിലർ 3 വർഷം മുമ്പ് മുതലേ ഒരുങ്ങുന്നവന്മാരുണ്ട് കേട്ടോ. ഈ പണി ചെയ്തളയും. അപ്പോൾ ഇത് യഥാർത്ഥ ജനങ്ങളുടെ പണം വാങ്ങിച്ച് തിന്ന് ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് ഈ പണി ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജസ്റ്റിസ് കപാഡിയായും ജസ്റ്റിസ് താക്കൂറും ഇത് പറയാനിടയായത്. 3 years ഒരു കൂളിംഗ് പീരീഡ്, അത് ശരിയാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഉള്ള ഗവൺമെൻറ്, ഇവരുള്ളപ്പോൾ ഉള്ള ഗവൺമെൻറ് അപ്പോഴത്തേക്ക് മാറിയിരിക്കും ഈ 3 വർഷം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടെങ്കിലും മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യും, നട്ടലോട് കൂടി ഇരുന്ന് വിധി പറയും. അതിനു വേണ്ടിയാണ് ഈ കൂളിംഗ് പീരീഡ് 3 വർഷം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? എന്നോടൊപ്പമൊക്കെ റിട്ടയർ ചെയ്തേക്കുന്ന ആളുകളിൽ എന്നോടൊപ്പം റിട്ടയർ ചെയ്ത ഒരാൾ അതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, ഒരുപാട് ആക്ഷേപങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കാനും ഇടയായി. അതുപോലെ കുറേ ആളുകൾ ഈ ജോലി ചെയ്തോ ഇമ്മീഡിയറ്റ്ലി, വേറെ എത്രയോ പേരുണ്ട് അതുപോലെ. ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് കേസിലൊക്കെ വിധി പറഞ്ഞേക്കുന്ന ജഡ്ജിമാർക്കൊക്കെ ഓരോരുത്തർക്കൊക്കെ പെട്ടെന്നല്ലേ അപ്പോയിൻമെൻറ്റ് വന്നേക്കുന്നത്. ഒരാൾ ഗവർണറാണ് കേട്ടോ. അപ്പോൾ ഒരാൾ നേരെ രാജ്യസഭയിലാണ്, പിറ്റേ ദിവസം നോമിനേഷനാണ് വന്നേക്കുന്നത്. അങ്ങനെയൊക്കെ വന്നേക്കുക. ഇതുപോലെ എല്ലാം ബാക്കി എല്ലാവർക്കും ഉദ്യോഗമാണ്, എല്ലാവർക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഈ ഒരുപാട് കേസുകളിൽ ഈ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞ ഒരാൾ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് അങ്ങോട്ട് റിട്ടയർ ചെയ്ത് ഒരു 3-4-5 ദിവസത്തിനകം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, ഇയാൾ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കും. ഈ ജുഡീഷ്യറിയിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസമാണ്. ഈ ജനങ്ങളുടെ വിശ്വാസം ഇതിൽ നഷ്ടപ്പെടാനിടയാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിതിന് ശക്തിയുക്തം ഞാൻ പറഞ്ഞു, ഈ വെള്ളാന കമ്മീഷനുകളെയൊക്കെ പിരിച്ചുവിടണം. കാരണം ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 വർഷമൊക്കെ ഇതേപോലെ ഓരോ കമ്മീഷനുകളും മാറി ചാടി പിടിച്ച് പോകുന്ന ആളുകളുണ്ട്. ഇരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നെ കഴിയൊക്കെ വളരെ മുമ്പേ റിട്ടയർ ചെയ്ത്, വളരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ആളുകൾ ഇന്നും ഇതുപോലെ ഗവൺമെൻറ് സർവീസുകളിൽ തുടരുകയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ എല്ലാ പാരഫെർണാലിയും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട്. ഇത് എനിക്ക് കിട്ടാത്തതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചു. അതിനകത്ത് അത് റെക്കോർഡാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ആ പ്രസംഗം അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KLT ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനിപ്പോൾ എൻ്റെ സ്പീച്ച് ഒരുപാട് ജേണലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ILR ഇതിലെല്ലാം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റെക്കോർഡാണ് ഞാനീ പറഞ്ഞത്. ഞാനത് ഒളിച്ചു വെച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യമായി പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യം കൂളിംഗ് പീരീഡ് വേണം. ഈ 3 വർഷത്തെ കൂളിംഗ് പീരീഡ് എങ്കിലും എടുക്കാതെ ഈ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 5 വർഷമായി. ഇതുവരെ ഞാനൊരു ജോലി എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക്, കാരണം ജനങ്ങളുടെ തന്ന നികുതി പണത്തിൽ നിന്ന് തന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ ജഡ്ജിയായിട്ടിരുന്നത്. ഒരുപാട് നോളജ് ഞാൻ അക്വയർ ചെയ്തു, ഒരുപാട് അറിവ് ഞാൻ അതിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. ഈ അറിവ് അത് എൻ്റെ അഭിഭാഷകനായിട്ടിരുന്ന
ജോലി ചെയ്തപ്പോഴും അതിനുശേഷം ജഡ്ജിയായിട്ടിരുന്നപ്പോഴും ജോലിയിലും ഇരുന്ന അതിൽ നിന്നും ഒരുപാട് അറിവ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ ഈ ജഡ്ജിയായിട്ടിരുന്ന 23 വർഷത്തെ ഈ അറിവ് സമ്പാദിക്കാനും എനിക്ക് ശമ്പളം തന്നത് ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങളുടെ പൊതു ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ വഹിക്കണം. കാരണം എനിക്കിത് കിട്ടിയ അറിവ് വെച്ച് അതൊന്ന് പ്രയോഗിക്കണമെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞാൽ ഞാനതിന് തയ്യാറാണ്. പക്ഷേ എനിക്ക് ശമ്പളം വേണ്ട. എനിക്ക് ഈ കിട്ടുന്ന പെൻഷൻ മതി, എനിക്ക് വേറെ ശമ്പളം എനിക്ക് തരണ്ട. അതിനാവശ്യമുള്ള സ്റ്റാഫിനെയൊക്കെ വേണം, അത് അപ്പോയിൻ്റ് ചെയ്താണ്. ഇതല്ലാതെ എനിക്ക് ശമ്പളം വേണ്ട. ഞാൻ പറഞ്ഞതാണ്, എനിക്ക് കിട്ടുന്ന പെൻഷൻ മതി. എന്തുകൊണ്ട് ഇവരാരും പറയുന്നില്ല അങ്ങനെ? അത് പറയിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ബാക്കിയുള്ള ആളുകൾ, ഈ എടുക്കുന്ന ആളുകളും ശമ്പളം വേണ്ട, ഈ പെൻഷൻ മാത്രം മതി. അങ്ങനെ ശമ്പളം വേണ്ടാതെ ജോലി ചെയ്തേക്കുന്ന ആളുകൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റിസ് കെ ടി തോമസ്, അദ്ദേഹം 1-2 പോസ്റ്റുകളിൽ ഇതുപോലെ, അദ്ദേഹം ജോലി വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. 1-2 പോസ്റ്റുകളിൽ ഇതുപോലെ അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ സേവനം ചോദിച്ചു. സേവനം അദ്ദേഹം കൊടുത്തു, ശമ്പളം വാങ്ങിയിട്ടില്ല. ശമ്പളമില്ലാതെ ജോലി ചെയ്തു. നല്ലൊരു കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഞാൻ അത് തന്നെ എടുത്തിട്ടുണ്ട്. ഞാനും പറഞ്ഞു, ഈ ജോലി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത്യാവശ്യമാണ്, എൻ്റെ സേവനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ശമ്പളം വേണ്ട. പക്ഷേ എൻ്റെ സേവനം ഇവർക്ക് ആർക്കും ആവശ്യം വരത്തില്ല. കാര്യം എന്നറിയോ? ഞാൻ സത്യമേ പറയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ ഇതുപോലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിയമിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ നിയമിക്കുന്നവരുടെ ഉദ്ദേശം നടക്കത്തില്ല, എൻ്റെ ഉദ്ദേശം മാത്രമേ നടക്കുകയുള്ളൂ. അവിടെ നീതി നടക്കും എന്നുള്ളത് കൊണ്ട് എന്നെ ഒന്നിനും അപ്പോയിൻ്റ് ചെയ്യാൻ തയ്യാറാവത്തില്ല ആരും. അതുകൊണ്ട് എനിക്കിത് വേണമെന്നൊരു നിർബന്ധമില്ല. കാരണം എനിക്കിപ്പോഴും സംസാരിക്കാമല്ലോ. എൻ്റെ നാക്കിന് ആരും വിലം കിട്ടിട്ടില്ല. എൻ്റെ നാക്കിന് കൂച്ചുവിലം കിടുന്ന ഒരു കാര്യവും എനിക്ക് വേണ്ട. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലാതെ എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. അത് ഇനിയായാലും സംസാരിക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. ഇവിടെ എൻ്റെ അഭിപ്രായങ്ങൾ വേണ്ടത് മാധ്യമങ്ങൾക്കാണ്. അവർ ചോദിക്കുമ്പോൾ ഞാനിത് പറയും, വിളിച്ചു പറയാനുള്ളത് വിളിച്ചു പറയും. അപ്പോൾ അത് ആ ഭയത്തിൽ എനിക്കിതൊന്നും ആരും തരത്തില്ല. തരാതിരിക്കട്ടെ, നല്ലതേ ഉള്ളൂ, എനിക്ക് വേണ്ട. ശേഷം അടുത്തത്.